നമസ്കാരം. പുതുവർഷത്തിലെ ഒരു മഹാഭാഗ്യ ഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പുതുവർഷത്തിലെ ആദ്യ മാസമായ ജനുവരി 1 ഗ്രഹനില പരിശോധിക്കുമ്പോൾ ജനുവരി 1 ഗ്രഹനില പ്രകാരം ചന്ദ്രൻ ഇടവൻ രാശിയിലും, വ്യാഴം മിഥുനൻ രാശിയിലും, കേതു ചിങ്ങൻ രാശിയിലും, ആദിത്യൻ ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ 4 ഗ്രഹങ്ങൾ ധനുരാശിയിലും, രാഹു കുംഭൻ രാശിയിലും, ശനി മീനൻ രാശിയിലുമാണ് ജനുവരി 1 സ്ഥാനമുറപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഗ്രഹനില പ്രകാരമുള്ള കുറച്ച് ഫലങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഗ്രഹനില വിലയിരുത്തുമ്പോൾ ജനുവരി ആദ്യം മുതൽ രാജയോഗം, ഗജകേസരി യോഗം, ഭാഗ്യയോഗം എന്നിവ അനുകൂലമായി വരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി വലിയൊരു ഭാഗ്യയോഗത്തിലേക്കാണ് പുതുവർഷത്തിൽ ഇവർ കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത്. പുതുവർഷ ആരംഭം തന്നെ മഹാഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രക്കാരെ കൊണ്ടെത്തിക്കുന്നത്. ഇതുവരെ അനുഭവിച്ച എല്ലാ സകല ദുഃഖ ദുരിതങ്ങളും മാറി ജീവിതം രക്ഷപ്പെടാൻ, ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങളെയൊക്കെ മറന്നേക്കാൻ പറ്റുന്ന പുതിയൊരു ജീവിതം തന്നെ നിങ്ങൾക്ക് സ്വപ്രയത്നത്തിലൂടെ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഭാഗ്യയോഗ സമയമാണ് പുതുവർഷം നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്നും ഈ ഒരു രാജയോഗം, ഗജകേസരി യോഗം, ഭാഗ്യയോഗം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് വരാൻ പോകുന്നതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് വിശദമായി തന്നെ പറഞ്ഞു തരാം. ഇതിൽ രാജയോഗം ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് 9 നക്ഷത്രക്കാർക്കാണ്. പുതുവർഷ തുടക്കം മുതൽ ഇനി പറയാൻ പോകുന്ന ഈ 9 നക്ഷത്രക്കാരുടെ തലവര മാറുമെന്നതിൽ ഇനി മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം ജനുവരി 1 മുതൽ ഈ 9 നക്ഷത്രക്കാർക്ക് അനുകൂലകരമായിട്ടാണ് ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥാനം ഗ്രഹനിലയിൽ കാണുന്നത്. അതിനാൽ ഇവരുടെ ജീവിതത്തിൽ ഇനി വലിയൊരു ഉയർച്ചയുടെ സമയത്തെയാണ് ഈ ഒരു പ്രശ്നവശാൽ സൂചിപ്പിക്കുന്നത്. അഭാഗ്യ നക്ഷത്രങ്ങൾ ഇവയാണ്: ഭരണി, പൂരം, പൂരാടം, പൂയം, അനിഴം, ഉത്രട്ടാതി, ആയില്യം, തൃക്കേട്ട, രേവതി എന്നിവരാണ്. ഇവർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് പുതുവർഷ ആരംഭം മുതൽ. അതായത് ഇതുവരെ അനുഭവിച്ച കടബാധ്യതയൊക്കെ ഒഴിഞ്ഞു പോകാൻ സമയമാകുന്നു എന്നർത്ഥം. കൂടാതെ തൊഴിൽ മേഖലയിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മാറിക്കിട്ടും. അനുകൂല സാഹചര്യങ്ങൾ, അതായത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലെ അനുകൂല സാഹചര്യങ്ങൾ പുതുവർഷത്തോടെ വന്നു ചേരും. സാമ്പത്തികപരമായിട്ടും കർമ്മ മേഖലയിലും വലിയ നേട്ടങ്ങൾ സ്വപ്രയത്നത്തിലൂടെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് 2026. അത് 2026 തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റം ഈ 9 നക്ഷത്രക്കാരെയും കാത്തിരിക്കുന്നു. ഏറ്റവും പ്രധാനകരമായിട്ട് പറയേണ്ടത്, നിങ്ങളുടെ കർമ്മ മേഖല ഏതാണോ ആ മേഖലയിലാണ് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. കൂടാതെ വിദേശ ജോലിക്ക് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കാനും യോഗം കാണുന്നു. ജനുവരിയിൽ വിദേശ ജോലിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനും ജനുവരിക്ക് ശേഷം വിദേശത്തേക്ക് പോകാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രശ്നവശാൽ തെളിയുന്നു. സാമ്പത്തികമായി വലിയ രീതിയിലുള്ള വളർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തന്നെ തീർക്കുന്നതിനും ഇപ്പോഴത്തെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും വഴിയൊരുക്കുന്ന രീതിയിലുള്ളൊരു ധനനേട്ടം നിങ്ങളെ കാത്തിരിക്കുന്നു. തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ ധനം വരെ ഇനി തിരികെ കിട്ടും. അങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറി സാമ്പത്തിക യോഗഫലമായി സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത്യപൂർവമായ സാമ്പത്തിക വളർച്ച ഈ ഒരു പുതുവർഷത്തെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളത് തീർച്ചയാണ്. ജീവിത പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗ്യം കൂടെ ചേരുമ്പോൾ വലിയ രീതിയിലുള്ളൊരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്തുകൊണ്ടും ഈ 9 നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ തുടക്കം മുതൽ, അതായത് ജനുവരി 1 മുതൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകും. ഇത് നിങ്ങളുടെ ഭാഗ്യസമയം. അടുത്തത് ഗജകേസരി യോഗഭാഗ്യം. ജനുവരി തുടക്കത്തോടെ ഗജകേസരി ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് 6 നക്ഷത്രക്കാർക്കാണ്: കാർത്തിക, ഉത്രം, ഉത്രാടം, ചതയം, ചോതി, തിരുവാതിര. ഇവരാണ് പുതുവർഷ തുടക്കത്തോടെ ഗജകേസരി യോഗം സിദ്ധിച്ചിരിക്കുന്ന ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ. ഈ 6 നക്ഷത്രക്കാരായ നിങ്ങൾക്ക്
ജാതകത്തിൽ ഗജകേസരി യോഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മഹാഭാഗ്യം തന്നെയാണ്. കാരണം ജാതകത്തിൽ ഗജകേസരി യോഗവും പറയുന്നുണ്ടെങ്കിൽ പുതുവർഷത്തിൽ ലഭിക്കാൻ പോകുന്ന ഗജകേസരി യോഗഭാഗ്യം കൂടെ ചേരുമ്പോൾ ഇരട്ടി നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പിന്നെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതിനെയും നഷ്ടപ്പെട്ടതിനെയും ഓർത്ത് ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല. കാരണം ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന തരത്തിലെ ഭാഗ്യമാണ് നിങ്ങളെ പുതുവർഷത്തിൽ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. വർഷത്തിൻ്റെ പകുതി മുതൽ കുടുംബജീവിതത്തിലും തൊഴിൽപരമായും വലിയ രീതിയിലെ അഭിവൃദ്ധി നിങ്ങളെ കാത്തിരിക്കുന്നു. കഴിഞ്ഞ കാലത്തെ എല്ലാ രോഗദുഃഖ ദുരിതങ്ങളും നിങ്ങളെ വിട്ടുമാറി ഒരു പുനർജന്മം ലഭിക്കുന്ന പോലെയാണ് ജീവിത ഉയർച്ച നിങ്ങളെ കാത്തിരിക്കുന്നത്. തള്ളിപ്പറഞ്ഞവരും അകറ്റി നിർത്തുന്നവരും ഒക്കെ നിങ്ങളുടെ വളർച്ച കണ്ട് നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തുന്ന അവസ്ഥയുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. കാരണം ഈ യോഗഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടി ഭാഗ്യഫലങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അത് നിങ്ങളെ വളരെ വലിയ ഉയരങ്ങളിലേക്ക് തന്നെ എത്തിക്കും. ആരോഗ്യ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് അത്ഭുതകരമായ ഒരു രോഗമുക്തി വന്നു ചേരും. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നർത്ഥം. 2026 നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ ഓരോന്നോരോന്നായി തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഭാഗ്യസമയത്തിൻ്റെ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഗജകേസരി യോഗഭാഗ്യമായി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരും. ഇതുവരെ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ഫലമെന്ന പോലെയാണ് ഈ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ഭാഗ്യവർഷം നിങ്ങളെ കാത്തിരിക്കുന്നത്. കഠിന പരിശ്രമം നടത്തിക്കോളൂ. അതിൻ്റെ ഫലം നിങ്ങൾക്ക് എന്തായാലും ഒരല്പം പോലും നഷ്ടപ്പെടാതെ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവയോഗ്യമാകുമെന്നുള്ളത് തീർച്ചയാണ്. ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പൊക്കോളൂ. ജീവിതം ഇനി രക്ഷപ്പെടും. അടുത്തത് ഭാഗ്യഫലമാണ്. അതായത് അപ്രതീക്ഷിത ധനഭാഗ്യമാണ് ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. നക്ഷത്രങ്ങൾ പൂരാടം, മകം, ആയില്യം, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ധനഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനായി കാത്തിരിക്കുന്നത്. ലോട്ടറി, ചിട്ടി തുടങ്ങിയവയിൽ നിന്നും അപ്രതീക്ഷിത ധന നേട്ടമുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന പൂരാടം, മകം, ആയില്യം, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം, ശനി, ചൊവ്വ, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ ശുഭദൃഷ്ടി ധനസ്ഥാനത്ത് വന്ന് പതിക്കുന്നതിനാൽ അപ്രതീക്ഷിതമായ ധനനേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാം. ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും സാമ്പത്തിക പരാധീനതകളും നിങ്ങളിൽ നിന്നും വിട്ടുമാറി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും. അത്രയ്ക്ക് അനുകൂലകരമായിട്ടുള്ളൊരു സമയമാണ് 2026 എന്ന പുതുവർഷത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 19 നക്ഷത്രക്കാർക്കും 2026 തുടക്കത്തോടെ തലവര മാറുന്ന, ജീവിതം മാറ്റിമറിക്കുന്ന രീതിയിലുള്ളൊരു ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതുവരെ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുകയും ജീവിതം രക്ഷപ്പെടുന്ന തരത്തിലേക്ക് ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരികയും ചെയ്യും. ഇത് നിങ്ങളുടെ ഭാഗ്യവർഷം തന്നെ. ഇതിൽ പറഞ്ഞിരിക്കുന്ന 19 നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രവും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.